the next video of Stream Navigators. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് BCOG 172 ഇന്ത്യൻ എക്കണോമിക്സിലെ കംപ്ലീറ്റ് എല്ലാ യൂണിറ്റ്സിൽ വരുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓരോ യൂണിറ്റിലും ഓരോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പൊ അതെങ്ങനെ ടാക്കിൾ ചെയ്യും, നിങ്ങൾ എക്സാമിന് എങ്ങനെ പാസ്സാവും, നിങ്ങൾക്ക് 40 മാർക്കിന്റെ അടുത്ത് എങ്ങനെ കിട്ടും എന്നാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ചിലപ്പോൾ വീഡിയോ നല്ല ലോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇതുവരെയായിട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ മാത്രം കണ്ടിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യാൻ നോക്ക്. ടൈം എത്ര ഇരുന്നാലും വീണ്ടും വീണ്ടും കണ്ടിട്ട് ഒന്ന് സെറ്റ് ആക്കണം. അപ്പൊ യൂണിറ്റ് 1 എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് എക്കണോമി ഈ 2022, 2024, 2025 ചോദിച്ചത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനിഷനിലേക്ക് നോക്കാം. അപ്പൊ എന്താണ്, ഒരു മിനിറ്റ് ഞാൻ പെൻസിൽ എടുക്കട്ടെ. എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ്? എന്താണ് ഡെവലപ്മെന്റ്? എന്താണ്? കോംപ്രഹെൻസീവ് സസ്റ്റൈൻഡ് എൻഡേവേഴ്സ് ഓഫ് പോളിസി മേക്കർ ആൻഡ് കമ്മ്യൂണിറ്റി ടു പ്രൊമോട്ട് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻ ഓഫ് എ കൺട്രി. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രൊമോട്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് പ്രൊമോട്ട് ചെയ്യുക, പിന്നെ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദി കൺട്രി കൂട്ടുക. ഇത് നിങ്ങൾ എക്കണോമിക് ഡെവലപ്മെന്റ് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷനിൽ ഇത് എന്തായാലും ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ ഇറ്റ് ഗോസ് ബിയോണ്ട് ഗ്രോത്ത്. നിങ്ങൾ ബിയോണ്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഗ്രോത്തിന്റെ ഉപരിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബിയോണ്ട് ബിസിനസ്, ഒരാൾ ബിസിനസ്മാൻ ബിയോണ്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ അപ്പുറത്ത് ഹീസ് എയിമിങ് സംതിങ്. അതുപോലെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഗ്രോത്തിന്റെ പുറമെ വേറെ കാര്യങ്ങളേക്ക് ചെയ്യുന്നുണ്ട്. ബിസിനസ് പോലെ. അതുപോലെ ഇത് എക്കണോമിക്കലി ഡെവലപ്മെന്റ് ഗ്രോത്തിന്റെ ഉപരി കാര്യങ്ങൾ ഇതാക്കുന്നുണ്ട്. അപ്പോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഹ്യൂമൻ ക്യാപിറ്റൽ, ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത്, ലിറ്ററസി, സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് എൻവയറൺമെന്റ് സസ്റ്റൈനബിലിറ്റി. ഓക്കെ. പിന്നെന്താ, ഡെവലപ്മെന്റ് വേഴ്സസ് ഗ്രോത്ത് വേഴ്സസ് അണ്ടർ ഡെവലപ്മെന്റ്. ഇതിന്റെ കമ്പാരിസൺ ആയി ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പൊ എക്കണോമിക് ഗ്രോത്തിന്റെ മീനിങ് എന്തായിരിക്കും? എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ് ഇൻ ദി പ്രൊഡക്ഷൻ ആൻഡ് ഇൻകം ഓഫ് എ കൺട്രി. പ്രൊഡക്ഷൻ അഥവാ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ദി കൺട്രി ഇൻക്രീസ് ചെയ്താലും ഇൻകം ഓഫ് ദി കൺട്രി, ഓരോ ആൾക്കാർ ഇൻകം ഇൻക്രീസ് ചെയ്താലും എക്കണോമിക് ഗ്രോത്ത് ആണ്. മനസ്സിലായില്ലടാ? മനസ്സിലായില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ത്യന്റെ GDP പണ്ട് 10 ലക്ഷമായിരുന്നു, ഇപ്പൊ 11 ലക്ഷമായി. 1 ലക്ഷം GDP ഗ്രോത്ത് ഇല്ലേ? അതാണ് എക്കണോമിക് ഗ്രോത്ത്. അപ്പൊ കീ മെഷർ എന്തല്ല? GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇതല്ലേ GNP, പെർ ക്യാപിറ്റ ഇൻകം, കാര്യങ്ങളൊക്കെ. ഇനി എക്കണോമിക് ഡെവലപ്മെന്റ് എന്താ? എക്കണോമിക് ഡെവലപ്മെന്റ് അതെന്താ? ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ ഇതിൽ പറഞ്ഞത് എന്താ? പൈസ കൂടുന്നതും പ്രൊഡക്ഷൻ കൂടുന്ന കാര്യം. ഇതിനെന്താ പറഞ്ഞത്? നിങ്ങൾക്ക് പൈസയും പ്രൊഡക്ഷൻ ഒക്കെ കൂടിയാൽ ക്വാളിറ്റി കൂടുമോന്ന് ഒരു ചോദ്യചിഹ്നമാണ്. ബട്ട് ഇവിടെ പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റിൽ എന്താ പറയുന്നത്? ക്വാളിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യും, ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യും, ഹെൽത്ത്, എഡ്യൂക്കേഷൻ കാര്യങ്ങൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നതാണ് എക്കണോമിക് ഡെവലപ്മെന്റ്. അതില് HDI, MPI ആൻഡ് GDI ആണ് എന്ത് ചെയ്യുന്നത്? മെഷേഴ്സ് ആണ്, കീ മെഷേഴ്സ് ആണ് ഈ പറയുന്ന 3 ഓക്കെ അല്ലേ? പിന്നെന്താണ് അണ്ടർ ഡെവലപ്മെന്റ്? അണ്ടർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അണ്ടർ ഡെവലപ്മെന്റ്? ലോ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സ്ഥലങ്ങളും പോവർട്ടി ഉള്ള സ്ഥലങ്ങളും ലോ ലിറ്ററസി, ലോ ലൈഫ് എക്സ്പെക്ടൻസി, ഇതൊക്കെ ഉള്ളതാണ് അണ്ടർ ഡെവലപ്മെന്റ്. പിന്നെ പെർ ക്യാപിറ്റ ഇൻകം, ഇത് മെഷേഴ്സ് ആണ്, കീ മെഷേഴ്സ് പെർ ക്യാപിറ്റ ഇൻകമും പോവർട്ടി ലൈനും. പിന്നെ അമർത്യ സെൻ പറഞ്ഞത് എക്കണോമിക് ഗ്രോത്ത് ഇസ് ദി ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ദി പ്രോസസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. എടാ, എക്കണോമിക് ഗ്രോത്ത് ഒരു ആസ്പെക്ട് അല്ലേ ഡെവലപ്മെന്റിന്റെ? മനസ്സിലായില്ലേ? ഇൻകം ഓഫ് ദി ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ ഒരു ഭാഗം, ഒരു ക്വാളിറ്റി ഓഫ് ദി ലൈഫ് കൂടും. ഒരു പാർട്ട് മാത്രമേ, ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു പാർട്ട് മാത്രം. അതാ പറയുന്ന എക്കണോമിക് ഗ്രോത്ത് ഇസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് പ്രോസസ് ഓഫ് ദി എക്കണോമിക് ഡെവലപ്മെന്റ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് എക്കണോമി നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് എക്കണോമി ലോ പെർ ക്യാപിറ്റ ഇൻകം ആണ്. ലോ പെർ ക്യാപിറ്റ, നിങ്ങൾ ഇതിപ്പോ ഷോർട്ടായി ഇത് എഴുതിയാൽ എങ്ങനെ 20 മാർക്ക് കിട്ടുമെന്ന് ചോദിക്കുന്ന കാണലുണ്ട്. ഇപ്പടാ നിങ്ങൾ നോക്ക്, ലോ പെർ ക്യാപിറ്റ ഇൻകം എഴുതാ. അപ്പൊ ലോ പെർ ക്യാപിറ്റ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വെൻ എന്താണ് ദി ഏരിയ ഇൻ വിച്ച് ദി പേഴ്സൺ ഏൺ ലോ ഇൻകം. അല്ല, നിങ്ങൾക്ക് അറിയുന്ന ഓൺ വേർഡ്സിൽ എഴുതാ. ഇത് ഷോർട്ടാക്കി പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? വെരി ലോ ഇൻകം ഇൻഡിക്കേറ്റ്സ് അണ്ടർ ഡെവലപ്മെന്റ്. അത് നിങ്ങൾക്ക് എഴുതാ, നിങ്ങൾ ഓൺ വേർഡ്സിൽ, അല്ലാണ്ട് ഡെഫിനേഷൻ പഠിച്ചിട്ട് കാര്യമില്ല. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നാഷണൽ ഇൻകം വെരി ലോ. ദി നാഷണൽ ഇൻകം
ഈസ് വെരി ലോ ഇൻ ദി ലോ പെർ ക്യാപിറ്റ ഇൻകം. അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കുക, ഹൈ ആയിട്ട് എഴുതി കൊടുക്കുക. പോപ്പുലേഷൻ ഈസ് ഹൈ, ദി പോപ്പുലേഷൻ ഈസ് ഹൈ, പിന്നെന്താ ലോ ആവറേജ് ഇൻകം ആണ്. ഓക്കെ. പിന്നെ ഇനിക്വിറ്റബിൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, വൈഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, വെൽത്ത് കോൺസെൻട്രേറ്റഡ് അറ്റ് ദി ടോപ്പ്. നിങ്ങൾ പറയുന്നതൊക്കെ അല്ലേ, പൈസക്കാര് പിന്നെയും പൈസക്കാരാവും, പാവപ്പെട്ടവര് പിന്നെയും പാവപ്പെട്ടവരാവും. അതെന്താ അങ്ങനെ പറയുന്നത്? പൈസക്കാര് പൈസന്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസയാക്കും. നമുക്ക് എന്താ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിൽ നമുക്ക് ഇങ്ങനെ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരും, EMI എടുക്കും. അപ്പൊ നമ്മൾ കൂടുതൽ പുവറായി വരിക ചെയ്യുന്നത്. ബട്ട് പൈസക്കാര് അതാണ് ഈ ഇൻഇക്വിറ്റബിൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്ക്, ഒന്ന് കണക്ട് ചെയ്ത് വെക്ക്. പക്ഷെ എന്താ വൈഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, മനസ്സിലായില്ലേ? ഇനി ഹെവി ഡിപ്പെൻഡൻസി ഓൺ അഗ്രികൾച്ചർ, ഭയങ്കര ഡിപ്പെൻഡൻസി ഓൺ അഗ്രികൾച്ചർ. അങ്ങനെ അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നവർ അണ്ടർ ഡെവലപ്ഡ് അല്ല, അങ്ങനെ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ അല്ലേ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാല്. ഹെവിലി ഡിപ്പെൻഡബിൾ ഓൺ അഗ്രികൾച്ചർ ബിഫോർ ഇൻഡിപെൻഡൻസും ആ ഇൻഡിപെൻഡൻസ് ടൈമിലും ഇപ്പൊ ലോ പെർ ക്യാപിറ്റ ഇൻകം എന്താന്ന് സൂചിപ്പിച്ചത്, അധികം ആളും എന്താ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെറും അഗ്രികൾച്ചറിൽ. ഏത് ലാർജ് പോപ്പുലേഷൻ ഇൻ ഫാമിംഗ്. ഓക്കെ. പിന്നെന്താ ഈ ഫാമിങ്ങിന്റെ പ്രശ്നം എന്താ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി റെയിൻ, അതർ ഫോർകാസ്റ്റ്. ഇപ്പൊ വെതർ ഫോർകാസ്റ്റ്, ക്ലൈമറ്റ്. ഇപ്പോ ഹെവി റെയിൻഫോള്, പ്രളയം വന്ന്, കാര്യങ്ങൾ വന്ന്, കലാമിറ്റീസ് വന്ന്, അപ്പൊ എന്താ അവിടെ ഇൻകം ഇല്ല, എന്താണ്, എല്ലാം നശിച്ചു. പിന്നെ ഹെവി പോപ്പുലേഷൻ പ്രഷർ, നല്ല പോപ്പുലേഷൻ. ഇപ്പൊ നിങ്ങൾ പറയല്ലേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ബികോം കഴിഞ്ഞാൽ പണി കിട്ടുന്നില്ല. ഇപ്പം ബികോം ഒറ്റൊരാളാ ബികോം എങ്കിൽ നിങ്ങൾക്ക് എന്താ പണി കിട്ടൂലേ? നേരെ മറിച്ച് ഇപ്പൊ ബിടെക് എല്ലാം പറയുന്ന പോലെ ഇപ്പൊ എന്താ മേലെ കല്ലെറിഞ്ഞിട്ട് തലക്ക് ആ കല്ലെടുത്ത് തലയിൽ കൊണ്ടാൽ ആ ഏറ് കൊണ്ട ആള് ബിടെക്കോ ബികോം ആയിരിക്കും എന്ന് പറയുന്ന പോലെ. എന്തുകൊണ്ടാ? കാരണം അത്രയും പോപ്പുലേഷൻ ഉണ്ട്, ആൾക്കാർ ഇതന്നെ എടുക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ലേ? പിന്നെ അൺഎംപ്ലോയ്മെന്റ്, അണ്ടർ എംപ്ലോയ്മെന്റ്, എന്താ പാർട്ട് ടൈം, ഗിഗ് ഓർ സ്കിൽ ജോബ്സ്, ഇൻഎഡിക്വേറ്റ് ജോബ്സ് വൈഡ് സ്പ്രെഡ്. പിന്നെ ക്യാപിറ്റൽ സ്കാർസിറ്റി, മറ്റെന്താ ലോ ഇൻകം ആണ്. ലോ ഇൻകം ആയി കഴിഞ്ഞാൽ എന്താ, ഡ്യൂ ടു ദി ലോ ഇൻകം ഇൻ പേഴ്സൺസ് ദർ വിൽ ബി ലോ സേവിങ്സ് ഫോർ ദം, as well as when we have low savings we will be only able to invest low investment in equities and funds, so the money will be having low growth. Okay. പിന്നെ ഇതിലൊന്ന് വായിച്ചു നോക്കിയത് ഔട്ട്ഡേറ്റഡ് പ്രൊഡക്ഷൻ മെത്തേഡ് കാര്യങ്ങൾ, റൂറൽ അർബൻ ഡിസ്പാരിറ്റി, അവിടെ നാവ് പോയിനോ എടാ. Low financial inclusion, the rural poor have limited access to bank and insurance. Measurement of economic development, GNP, okay, per capita, ഇതൊന്ന് വായിച്ചോക്ക. മെഷർഡ് ഇൻ USD. പോപ്പുലേഷൻ ഗ്രോത്ത്, എന്ത് മെഷർമെന്റ് ഓഫ് എക്കണോമിക്. ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത് ഇസ് ഈക്വൽ ടു ലെസ് റിസോഴ്സസ് പെർ ക്യാപിറ്റ ഇൻകം. മനസ്സിലായില്ലേ? പോപ്പുലേഷൻ കൂടുന്നിടം നിങ്ങൾക്ക് എന്താ, ഇപ്പൊ ലാൻഡ് ഇപ്പൊ എല്ലായിടത്തും വീടാണ്, നിങ്ങൾക്ക് ഇനി ലാൻഡ് വാങ്ങാനുണ്ടാവോ? ഇല്ല. നേരെ മറിച്ച് ഒരാളെ ഉള്ളൂ, ഒരാളെ വീട് വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള ലാൻഡ് ഫ്രീയാ. അപ്പൊ നിങ്ങൾക്ക് എന്താ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കുമല്ലോ. പിന്നെ ഓക്കുപേഷണൽ സ്ട്രക്ചർ, HDI. ഓക്കെ. പിന്നെ ഡിറ്റർമിനൻസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്. എന്ന് വെച്ചാൽ എന്താ, ക്യാപിറ്റൽ ഫോർമേഷൻ, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, നാച്ചുറൽ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ്, ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് അപ്പൊ എന്താ, ഇത് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ഹയർ ഔട്ട്പുട്ട്. മനസ്സിലായില്ലേ? ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ഒരു സ്നാപ്ഷോട്ട് എടുത്ത് നോക്ക്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഹ്യൂമൻ റിസോഴ്സ് ഇതൊക്കെ ബേസിസ് സാധനമല്ലേ, വർക്ക് ഫോഴ്സ് കാര്യങ്ങള്. മനസ്സിലായില്ലേ? അതൊക്കെ ആയിരുന്നു വിചാരിക്കുന്നത്. കാരണം അധികം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ അടുത്ത ക്വസ്റ്റ്യനിലേക്കും പോകണ്ടല്ലേ. മാക്സിമം ഒരു ക്വസ്റ്റ്യനിലെ 10 മിനിറ്റ് ആണ് കൂട്ടുന്നത്. പോവർട്ടി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, വേർ പോവർട്ടി ബ്രീഡ്സ് പോവർട്ടി. മിസ്റ്റേക്ക് ആയിരിക്കും. ബിഗ് പുഷ് അപ്രോച്ച് ഇസിക്കൽ ടു ഇൻജക്ടിങ് ലാർജ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ബ്രേക്ക് ദി സൈക്കിൾ. എന്താ വെച്ചാൽ ഗവൺമെന്റ് എന്താ ഒരു പോവർട്ടി ഏരിയക്ക് കുറച്ച് ക്യാഷ് ബഡ്ജറ്റ് അങ്ങ് ഇറക്കും. അപ്പൊ ആ ഒരു ഏരിയ ഡെവലപ്പ് ആവാൻ, ആ ഒരു പോവർട്ടി ഒരു സ്ഥലത്തിനെ മാറാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ. ഇനി ലിബറലൈസേഷൻ പഠിക്കാണ്ട് നിങ്ങൾ ഇനി പോവണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പൊ വൈ NEP വേഴ്സസ് ന്യൂ എക്കണോമിക് പോളിസി 1991 ഇറക്കിയ ഒരു ലോ ആണ്, അല്ല ഒരു പോളിസിയാണ്. അപ്പൊ എന്താ കാരണം, ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ്,
ഡബിൾ ഡിജിറ്റ് ഇൻഫ്ലേഷൻ, സ്ലോ GDP ഗ്രോത്ത്, സിവിയർ BOP ക്രൈസിസ്. ഇതാണ് റീസൺസ് ഫോർ NEP പോളിസി. ഓക്കെ, എന്തുകൊണ്ടാണ്? ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് ആയി, ഇൻഫ്ലേഷൻ കൂടി, GDP ഗ്രോത്ത് കൂടി, സിവിയർ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഫെൽ ടു ക്രിട്ടിക്കലി ലോ ലെവൽസ്, നോട്ട് ഇനഫ് ഫോർ 15 days ഓഫ് ഇമ്പോർട്ട്. ഒരു 15 day ഇമ്പോർട്ടിന് പോലും നമുക്ക് പൈസ അങ്ങോട്ട് കൊടുക്കാൻ കഴിയാത്ത ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിലെത്തി, ആ ഒരു ലെവലിലെത്തി. ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് ഫോറിൻ എക്സ്ചേഞ്ച്, നമ്മൾ ഫോറിൻ കറൻസി കൊണ്ടാണ് പേയ്മെന്റ് എടുത്തത്. അത് കൊടുക്കാനുള്ള 2 ആഴ്ചത്തെ ഇമ്പോർട്ടിന് കൊടുക്കാനുള്ള പൈസ പോലും നമ്മളെടുത്ത് ഉണ്ടായില്ല. ഓക്കെ, പിന്നെ എന്താണ്, ഇന്ത്യ റിസീവ്ഡ് 7 billion ഫ്രം വേൾഡ് ബാങ്ക്. ഈ കണ്ടീഷൻ എന്ത് ചെയ്യാ, എക്കണോമിക് റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ LPG എന്താ നോക്കുക, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണ്. റിഡക്ഷൻ ഇൻ ഗവൺമെന്റ് കൺട്രോൾ എന്താ, ലിബറലൈസേഷൻ. എന്താ ഗവൺമെന്റ് കൺട്രോള് ലിബറൽ ആക്കി എന്ന് പറഞ്ഞാൽ എക്സാം ലിബറൽ എന്നല്ല നിങ്ങൾ കേൾക്കല്ലേ, അതൊന്ന് ആലോചിച്ചായി. സംഭവം ഇൻഡസ്ട്രിക്കെല്ലാം ലൈസൻസിങ് റിക്വയർമെന്റ് ഹെവി ആയിരുന്നു, അതൊന്ന് ലിബറൽ ആക്കി. ഓക്കെ, പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈവറ്റ് സെക്ടേഴ്സിനുള്ള ഇൻവോൾവ്മെന്റ് കൂട്ടി. പണ്ട് 1991 മുമ്പ് എന്താ, വെറും പബ്ലിക് സെക്ടേഴ്സ്, ഗവൺമെന്റ് മാത്രം കൺട്രോൾ ചെയ്ത എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടർ പ്രൈവറ്റുകാരോട് എന്ത് ചെയ്ത് കൂടുതൽ എന്ത് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട് നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയും FDI എന്താ ഫോറിൻ ആൾക്കാരുമായിട്ട് എന്തായി, ഇന്റർഗ്രേറ്റഡ് ആയി. പിന്നെ കീ ഇൻഡസ്ട്രിയൽ റിഫോംസ്, ഇതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഇതെന്താ, FDI up to 51% equity in high priority industry allowed later progress. ഇതെല്ലാം എന്താണ്, കീ ഇൻഡസ്ട്രിയൽ റിഫോം. ആ റിഫോമിന്റെ ഉള്ള കീ ഇൻഡസ്ട്രിയൽ. പിന്നെ ഡീവാലുവേഷൻ ചെയ്ത്, ഇന്ത്യൻ റുപ്പി ഡിവാലുഡ് ബൈ 21%, കറന്റ് അക്കൗണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് നോക്കാം. ഞാൻ ഇതിൽ ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞോളൂ. ഇമ്പാക്ട് ഓഫ് ലിബറലൈസേഷന്റെ ഇമ്പാക്ട് എന്താ, ഇത് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കാര്യം വേണ്ടേ. പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട്, നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ GDP എന്തായി കൂടി. എത്ര കൂടി, 6.6% in 8th plan, 7.7 to 8% later. FDI, foreign investment inflow grew, export expanded, consumer goods availability improved. നല്ല കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും. പിന്നെ നെഗറ്റീവ് എന്താ, ഓവർ റിലയൻസ് ഓൺ മാർക്കറ്റ് ലെഡ് ടു പ്രൈസ് റൈസ്. വെറും എന്ത് ചെയ്ത്, ഓവർ റിലയൻസ് ഓൺ ദി മാർക്കറ്റ് എന്തായി, പ്രൈസ് കൂട്ടി. പ്രൈസ് എങ്ങനെ കൂട്ടുന്ന, ഓവർ റിലയൻസ് ചെയ്യുമ്പോൾ എന്താ, ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. ആ ഒരു ഫോർമുല ഒന്ന് ഓർത്താൽ മതി. പിന്നെ റിമെമ്പർ ചെയ്യേണ്ടത്, ന്യൂ എക്കണോമിക് പോളിസി ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. LPG റിഫോം എത്ര, 6.6% 8th പ്ലാനിൽ ഇൻക്രീസ് ചെയ്ത്. ഓക്കെ, അതിലൊന്ന് നോക്കി വെക്കണേ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. എന്താ, ഇൻഫ്രാസ്ട്രക്ചർ എന്താ, refers to the basic physical and structure facility essential for an economic to function. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വരും, റോഡ് വരും, ബിൽഡിങ്, കുറെ കാര്യങ്ങൾ വരുമല്ലോ. നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ അറിയില്ല, അപ്പൊ അതിന്റെ ഒന്ന് മീനിങ് മനസ്സിലാക്കി വെക്കാം. ബേസിക് ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ഫെസിലിറ്റി എസെൻഷ്യൽ ഫോർ ആൻ എക്കണോമിക് ടു ഫംഗ്ഷൻ. ഇപ്പൊ നിങ്ങൾക്ക് റോഡ് ഇല്ലാണ്ട് എക്കണോമിക് ഫംഗ്ഷൻ ആവോ, റെയിൽവേ ഇല്ലാണ്ട് എക്കണോമിക് ഫംഗ്ഷൻ ആവും. അപ്പൊ നെസസിറ്റി ആയ കാര്യങ്ങൾ ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ഫെസിലിറ്റി, അതാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതെന്താ, ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്പോർട്ട്, എനർജി, വാട്ടർ, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ. പിന്നെ there are two types of infrastructure. ഉണ്ട്. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി സപ്പോർട്ട്സ് പ്രൊഡക്ഷൻ സെക്ടേഴ്സ്. ഇപ്പോൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ സെക്ടേഴ്സിനാ. ഇത് എന്ന് പറഞ്ഞാൽ മീറ്റ്സ് ബേസിക് സോഷ്യൽ നീഡ്സ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, വാട്ടർ, ഞാൻ പറഞ്ഞ പോലെ ഇതിലെന്തല്ല, ഇറിഗേഷന്, ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊക്കെ. പിന്നെന്താ, 6 ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. 6 ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചറിന്. ഹൈ സങ്ക് കോസ്റ്റ്, നാച്ചുറൽ മോണോപ്പൊളി, നോൺ ട്രേഡബിലിറ്റി, എക്സ്റ്റേണലിറ്റി, നോൺ റിവൽനെസ്, പ്രൈസ് എക്സ്ക്ലൂഷൻ. ഇതെല്ലാം നമുക്ക് നോക്കാം. ഹൈ സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സങ്ക് കോസ്റ്റ് എല്ലാം എന്താ അറിയില്ല, ഇറവേഴ്സിബിൾ ഇൻവെസ്റ്റ്മെന്റ്സ്. 6 ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്.
നാച്ചുറൽ മോണോപ്പൊളി എന്താണ് ഡിഫിക്കൽട്ട് ഫോർ മോർ ദാൻ വൺ സപ്ലയർ ഇൻ വൺ ലൊക്കേഷൻ. അപ്പൊ മോണോപ്പൊളി നാച്ചുറൽ മോണോപ്പൊളി ആണ് എന്ത് ക്യാരക്ടറിസ്റ്റിക്കിൽ വരുന്നത്. പിന്നെ നോൺ ട്രേഡബിലിറ്റി എന്ത് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂം അറ്റ് ദി സെയിം ടൈം അറ്റ് ലൊക്കേഷൻ. ഇപ്പൊ നിങ്ങൾ റോഡിലോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്താണ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂം അറ്റ് ദി സെയിം ടൈമിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൊഡ്യൂസും കൺസ്യൂമും ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇന്ന് റോഡ് വാങ്ങി നാളെ കൺസ്യൂം ചെയ്യുക അങ്ങനെയല്ലല്ലോ. എക്സ്റ്റേണലിറ്റി നോൺ റിവലേഷൻസ് പ്രൈസ് എക്സ്ക്ലൂഷൻ അതിലും നിങ്ങൾ നോക്കണേ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ യൂസ്ഡ് ആസ് ഇൻപുട്ട് ഇൻ പ്രൊഡക്ഷൻ. അപ്പൊ എന്താ യൂസ്ഡ് ആസ് ഇൻപുട്ട് ഇൻ പ്രൊഡക്ഷൻ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തില്. പിന്നെ ട്രാൻസ്പോർട്ട് ഇംപ്രൂവ്സ് എന്ത് പ്രൊഡക്ടിവിറ്റി സിഗ്നിഫിക്കൻ്റ്ലി. ഇപ്പൊ എന്ത് ട്രാൻസ്പോർട്ട് എന്ത് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി. നിങ്ങൾ ഇപ്പൊ നല്ല രീതിക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് സിഗ്നിഫിക്കൻ്റ്ലി എന്ത് പ്രൊഡക്ടിവിറ്റി കൂടുകയല്ലേ. പിന്നെ ഗ്രോത്ത് ഇൻഫ്രാസ്ട്രക്ചർ ലോ ഇൻകം അത് നോക്കാം. പിന്നെന്താ PPP മോഡൽ. PPP എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്, a long term contract between private party and a government agency for providing a public asset or service where the private party bears significant risk and responsibility. YPPP എന്ന് വെച്ചാല് ഗവൺമെന്റ് ലാക്സ് ഫണ്ട്. എന്തിനാ PPP എന്ന് വെച്ചാൽ ഗവൺമെന്റ് എന്താ ലാക്സ് ഫണ്ട്. കാരണം എന്താ ഗവൺമെന്റ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പ്രൊജക്ട്സ് ഉണ്ടാവും. പിന്നെ പ്രൈവറ്റ് സെക്ടർ ബ്രിങ്സ് എഫിഷ്യൻസി കൂട്ടും. പിന്നെ ടെക്നോളജി ചേഞ്ച് എനേബിൾ പ്രൈവറ്റ് ഇൻവോൾവ്മെന്റ്. ഗ്ലോബലൈസേഷൻ നീഡ് ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പൊ മനസ്സിലായില്ലേ. പിന്നെ BOT ഉണ്ട് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ റിസ്ക് വിത്ത് പ്രൈവറ്റ്. EPC ഉണ്ട് എന്ത് എഞ്ചിനീയർ പ്രൊക്യൂർ കൺസ്ട്രക്ട് റിസ്ക് വിത്ത് ഗവൺമെന്റ്. HAM ഹൈബ്രിഡ് ആനുവിറ്റി മോഡൽ 60% പ്രൈവറ്റും 40% ഗവൺമെന്റ്. ഇത് 3 മോഡൽസ് ആണ്. ഓക്കെ, ഇനി സജഷൻ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇനി പോവർട്ടി ഇൻ ഇന്ത്യ. പോവർട്ടി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? പോവർട്ടി ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ് ലാക്സ് ദി ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു അഫോർഡ് എ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമുക്ക് എന്ത് ചെയ്യാ അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷന്. മനസ്സിലായില്ലേ. പോവർട്ടി ഈസ് ദി വേഴ്സ്റ്റ് ഫോം ഓഫ് വയലൻസ്. ഇതെല്ലാം ഒന്നൊരു പവറിനെ എഴുതി വെച്ച MK ഗാന്ധി പറഞ്ഞെന്നെല്ലാം പറഞ്ഞ ഒരു പവർ. ഓക്കെ, ഇനി ആബ്സല്യൂട്ട് വേഴ്സസ് റിലേറ്റീവ് പോവർട്ടിന്റെ ഡിഫറൻസിയേഷൻ ചോദിക്കും. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കനോട്ട് മീറ്റ് ബേസിക് സർവൈവൽ നീഡ്. ഫുഡ് വാട്ടർ ഷെൽട്ടർ ആണ് നമ്മളെ വെരി ബേസിക് കാര്യങ്ങൾ. അതുപോലും എന്ത് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് എഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് അബ്സല്യൂട്ട് പോവർട്ടി ആണ്. റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞാൽ പുവറർ കമ്പയർഡ് ടു ദി അതർ ഇൻ ദി സെയിം സൊസൈറ്റി. ഞാൻ പറഞ്ഞ പോലെ നെയ്ബറിന്റെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പുവറർ ആണ്. പിന്നെ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രീം ഓഫൺ ക്രോണിക് ഇൻഹെറിറ്റഡ്. ദ എക്സ്ട്രീം ഓഫൺ ക്രോണിക് ഇൻഹെറിറ്റഡ് ആയിട്ട് പോവർട്ടി ആയി വരുന്ന ആൾക്കാരുണ്ട്. കമ്പാരിറ്റീവ് റിഫ്ലക്സ് ഇൻഈക്വാലിറ്റി. പിന്നെന്താ മെഷർമെന്റ് എന്താ? പോവർട്ടി ലൈനിലാണ്. APL BPL നിങ്ങൾ റേഷൻ കാർഡ് കാണല്ലേ. ഓക്കെ, പിന്നെ ഇതില് എന്താണ്? ലോറൻസ് കർവും ജിനി കോയിഫിഷ്യന്റും. വേർ സീൻ മെയിൻലി ഇൻ ഡെവലപ്പിംഗ് ഓർ പൂർ. ഓക്കെ, ഫൗണ്ട് എവറിവെയർ. മോർ വിസിബിൾ ഇൻ. നിങ്ങൾ വേറെ ആളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അധികം ആൾ പൂവർ ആയിരിക്കും. കാരണം ഞാൻ അംബാനിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പൂവറാ. അംബാനി എന്ത് ടെസ്ലനെ കമ്പയർ ചെയ്യുമ്പോൾ അംബാനി പൂവർ. അത് ഒരു ഇതിൽ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഫിക്സ് ആന്റി പോവർട്ടി പ്രോഗ്രാം ഫിസിക്കലി. ഇത് നിങ്ങൾ എന്താ? മെഷർമെന്റ് ഓഫ് പോവർട്ടി എന്താ? ഹെഡ് കൗണ്ട് റേഷ്യോ, പോവർട്ടി ലൈന്, എന്ത് വേൾഡ് ബാങ്ക് പോവർട്ടി ലൈന്, അതിലും എന്ത് മെഷർമെന്റ് റേഷ്യോ ആണ്. ഈ പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ബേസ് കലോറി ഉണ്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഇൻടേക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ്? മെഷർമെന്റ് ഓഫ് പോവർട്ടി അല്ലേ. അതിലൊന്ന് നോക്കാം. പിന്നെ MPI പോവർട്ടി ഇൻഡെക്സ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓക്കെ, കോസസ് ഓഫ് പോവർട്ടി. നിങ്ങൾക്ക് കോസസ് അറിയാൻ പറ്റൂലേ? ഇത് വീക്ക് അസറ്റ് ബേസ് ആണ്, സോഷ്യൽ ഫാക്ടർ ഉണ്ട്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഇൻഹെറിറ്റൻസ്. നിങ്ങളെ ഫാദർ റിച്ച് ആണെങ്കിൽ നിങ്ങൾ റിച്ച് ആയിരിക്കും. നിങ്ങൾ ഫാദർ ഒരു പുവർ ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്നതാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ വളർന്നു വരുന്ന ആൾക്കാരുണ്ടല്ലോ. ബട്ട് someone will break that thing and get richer. I know that. ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത്. ഹൈ പോപ്പുലേഷൻ ഉള്ളവരും കാര്യങ്ങൾ അറിയാലോ. ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന അല്ലായിരിക്കുമല്ലോ. ലോ ലിറ്ററസി, പിന്നെ ഇൻഫ്ലേഷൻ ഉള്ളവരോ, അൺഎംപ്ലോയ്മെന്റ് ഉള്ളവരോ. ഇതൊക്കെ ഈസി അല്ലടാ. അതായത് വെറും അൺഎംപ്ലോയ്മെന്റ് എന്ന് എഴുതി വെച്ച് പോരുത്. അൺഎംപ്ലോയ്മെന്റ് എന്താ കാര്യങ്ങൾ എന്നെല്ലാം എഴുതി വെച്ചെടുക്കണം. ഓക്കെ, പിന്നെ പോവർട്ടി അത് അത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കൂല. പിന്നെ മൈക്രോ MSMEs എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. ഇപ്പൊ മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റഗറി സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി അപ് ടു 1 crore ആണെങ്കിൽ മൈക്രോ ആണ്. സ്മോൾ എന്താ? അപ് ടു 10 crore ആണെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രി ആണ്.
അപ് ടു 50 crore ആണെങ്കിൽ മീഡിയം ഇൻഡസ്ട്രി ആണ്. ഇത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് ഇൻവെസ്റ്റ്മെന്റ്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, അത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട്. 5 crore ആണ് ഒരു ടേൺ ഓവർ എങ്കിൽ അത് മൈക്രോ ആണ്. അപ് ടു 50 crore ആണെങ്കിൽ സ്മോൾ ആണ്. അപ് ടു 250 ആണെങ്കിൽ മീഡിയം ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഫീച്ചർ ഓഫ് MSMEs ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്. ഈ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസിന് ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. മോസ്റ്റ്ലി പാർട്ട്ണർഷിപ്പും ഇല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരിക്കും അവരെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക. ഓണർ മാനേജ്മെന്റ്, ഓണർ റിസ്കൾട്ട് മാനേജ്മെന്റ് ഒക്കെ മനസ്സിലായില്ലേ. ലേബർ ഇന്റൻസീവ്, കൂടുതൽ ലേബർ ആയിരിക്കും അവിടെ പണിയെടുക്കുന്നുണ്ടാവുക. ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഓക്കെ. പിന്നെ ഗവൺമെന്റ് സപ്പോർട്ട്സ് ടു MSMEs, ഇത് IT ഇനിഷ്യേറ്റീവ്, ഇത് MyMSME ആപ്പും MSME സംബന്ധും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ക്രെഡിറ്റ് സ്കീം, ഏത് PM മുദ്ര യോജന, എന്ത് ലോൺസ് അപ് ടു 10 lakh, 10 lakh വരെ ലോൺ കൊടുക്കുന്നുണ്ട് MSME ഇത് ചെയ്യുന്നവർക്ക്, ചെറിയ പെർസെന്റേജ് ഇല്ലെങ്കിൽ നോ പെർസെന്റേജിന്. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കാം. പിന്നെ പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ചസ്, ചെയ്ത് ക്രെഡിറ്റ് ഗ്യാപ്പ്, നോ ഫോർമൽ ക്രെഡിറ്റ്, ബാങ്ക് ഫൈൻ, റിസ്ക് അസസ്മെന്റ് ഹാർഡ്, ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ. ഇപ്പൊ MSME തുടങ്ങുന്നവരോ നിങ്ങൾക്ക് കാര്യമായ ക്രെഡിറ്റ് സ്കോർ ഒന്നും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ പഴയ ബിസിനസ് ഇത്ര വലിയ ബിസിനസ് പ്ലാൻ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ ബിസിനസ് ബാങ്ക് ലോൺ നിങ്ങൾക്ക് തരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാം. അതുപോലെ ടെക്നോളജി കാര്യങ്ങളിൽ. പിന്നെ റോൾ ഓഫ് MSME, ക്രിയേറ്റഡ് 11+ crore എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, കോൺട്രിബ്യൂട്ടഡ് ടു GDP. ഇതൊക്കെ നിങ്ങൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ചായിരിക്കും. ഇത് ഡ്രൈവ് ഇന്നോവേഷന് കാര്യങ്ങൾ, കോംപ്ലിമെന്ററി ടു ലാർജ് ഇൻഡസ്ട്രീസ് ആസ് ആൻസിലേറ്ററി പ്രൊഡക്ട്സ്. എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ. അപ്പൊ എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ എന്താണ്, നമ്മളെ എഡ്യൂക്കേഷൻ സെക്ടർ ആണ് സെക്കൻഡ് ഇൻ ദ സ്കെയിൽ. ഇന്ത്യ ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പൂൾ ഓഫ് എഡ്യൂക്കേഷൻ ആഫ്റ്റർ ചൈന. ഇന്ത്യ പോലും നമ്മൾ എഡ്യൂക്കേഷൻ എന്തുകൊണ്ട് ലാക്ക് ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറഞ്ഞുതരാം. എഡ്യൂക്കേഷൻ ആക്സസിബിൾ വിത്തിൻ ഓക്കെ അച്ചീവ്മെന്റ് ആണ് ഇതെല്ലാം. അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 1 kilometer ചുറ്റളവിൽ സ്കൂളുകൾ വന്നില്ലേ, അതൊരു അച്ചീവ്മെന്റ് അല്ലേ. പിന്നെന്താ, സെക്കൻഡ് ലാർജസ്റ്റ് പൂളാ എഡ്യൂക്കേഷനിൽ ആഫ്റ്റർ ചൈന. പിന്നെ RT ഇതൊന്നും വായിച്ചു നോക്കണേ. വീക്ക്നെസ് ഓഫ് എഡ്യൂക്കേഷൻ സെക്ടർ, ഇൻഈക്വാലിറ്റി. പിന്നെന്താ, നാരോ ചാലഞ്ച്. പിന്നെ ഹൈ കോസ്റ്റ് വന്നാലാണ് ഇപ്പൊ CBSE പഠിക്കണമെങ്കിൽ നല്ല കോസ്റ്റ് വരും. ഇപ്പൊ ലോ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുറെ സ്ഥലങ്ങളിലുണ്ട്. വെറുതെ പോകുന്ന ഉള്ളൂ, ഒരു തേങ്ങയും പഠിക്കൂല. പിന്നെ ജെൻഡർ ബയാസ്, കുറെ ഗേൾസിനുള്ള ജെൻഡർ ബയാസ് ഫേസ് ചെയ്യുന്നുണ്ട് ബീഹാറിലും കാര്യങ്ങളിൽ. കേരള അതിൽ ഡെവലപ്ഡ് ആണെങ്കിൽ നിങ്ങൾ വേറെ സ്റ്റേറ്റിനെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ വി ആർ ലക്കി, റൈറ്റ്. പിന്നെ ഫോളിങ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ത്, ഗവൺമെന്റ് ഏത് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്ന അത്ര ഒന്നും ഇപ്പൊ എഡ്യൂക്കേഷനിൽ സ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ത്രൂ എഡ്യൂക്കേഷൻ, എന്ത് എവറി 12 million ലാംഗ്വേജ് സ്കിൽ ഗ്യാപ്പ് ഇസ് ക്രിട്ടിക്കൽ ഇന്ത്യ. ഇതൊന്ന് വായിച്ചു നോക്കേ. ഇതിന് എല്ലാം പറയാൻ നടക്കൂലടാ, അപ്പൊ നാവ് ഇപ്പൊ കുഴങ്ങി. അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ, ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ലൈവ്ലിഹുഡ്, ഹാഫ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ഫോർ ലൈവ്ലിഹുഡ്. GDP കോൺട്രിബ്യൂഷൻ, എന്താണ് ലൈവ്ലിഹുഡ് എന്ന് വെച്ചാൽ നമ്മൾ ഹാഫ് ഓഫ് ദി ഇന്ത്യൻ നമുക്ക് ഫുഡ് കിട്ടാൻ നമുക്ക് ജീവിക്കാൻ കഴിയുമോ. പിന്നെ GDP കോൺട്രിബ്യൂഷൻ, ഇവർ സിഗ്നിഫിക്കന്റ്ലി GDP കോൺട്രിബ്യൂഷന് ഇത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് സെക്യൂരിറ്റി ഉണ്ട്, എന്ത് നമ്മൾ എക്സ്പോർട്ട് വഴി അഗ്രികൾച്ചറിന് ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്താണ്, നമ്മള് ജമീന്ദാരി സിസ്റ്റം അങ്ങ് ഒഴിവാക്കി കളഞ്ഞു. കാരണം ജമീന്ദാരിക്ക് നമുക്ക് റെന്റ് കൊടുക്കുക. അപ്പൊ അത് എപ്പോഴത്തെ സിസ്റ്റം ആയിരുന്നു, ബ്രിട്ടീഷ് ഉള്ളവരുള്ള സിസ്റ്റം ആയിരുന്നു. പിന്നെ ഗ്രീൻ റെവല്യൂഷൻ വന്ന്, ഹൈ ഈൽഡ് വേരിയന്റ് സീഡ്സ് ഒക്കെ വന്ന്, ഫെർട്ടിലൈസർ ഇറിഗേഷൻ വന്ന്. ഓക്കെ. ചാലഞ്ചസ് ഇൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാൻഡ്, പോപ്പുലേഷൻ പ്രഷർ, സബ് ഡിവിഷൻ ഓഫ് ലാൻഡ്, സ്മോൾ ലോ പ്രൊഡക്ടിവിറ്റി ലോ പ്രൊഡക്ടിവിറ്റി. പിന്നെന്താ, ഡിപ്പെൻഡ് ഓൺ മൺസൂൺ, എന്ന് വെച്ചാൽ നമ്മൾ റെയിൻഫോളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ക്രെഡിറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫാമേഴ്സിന് അത്ര ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. പിന്നെ റീജിയണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ബാലൻസ് റീജിയണൽ ഡെവലപ്മെന്റ്. ഇപ്പൊ റീജിയണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഇതാ നമ്മള് പറയും ഇന്ത്യ ഭയങ്കര ഡെവലപ്ഡാ മുംബൈ ബാംഗ്ലൂർ പോയാ, പക്ഷെ നേരെ മറിച്ച് ബീഹാറിൽ പോയാൽ ഇത്ര അൺഡെവലപ്ഡ് കൺട്രി ഇല്ല. മനസ്സിലായില്ലേ? അതാണ് എന്ത് റീജിയണൽ ഇംബാലൻസ്. വെർട്ടിഗോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് കിട്ടൂല. അതുപോലെ നിങ്ങൾ ആലോചിച്ചാൽ ഡെവലപ്പ് സ്റ്റേറ്റ്, ഇത് പഞ്ചാബ്, ഹരിയാന, ഗോവ, കർണാടകയിലെല്ലാം പോകുന്നവരെ വാവ്. പിന്നെ ബീഹാർ, ഛത്തീസ്ഗഡിലെല്ലാം പോകുമ്പോ നോക്കും നിങ്ങള്. അപ്പോ അതാണ് റീജിയണൽ ഇംബാലൻസ്. അപ്പൊ കോസസ് ഓഫ് റീജിയണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ,
ഒന്ന് ജിയോഗ്രഫിക്കൽ ഫാക്ടർ, ലാൻഡ് കാര്യങ്ങള്, മീൻസ് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ഫാക്ടർ ഉണ്ട്, ബ്രിട്ടീഷ് അവിടെ ഡെവലപ്പ് കൊണ്ടുവന്നിനോ കാര്യങ്ങളൊക്കെ. സോഷ്യൽ ഫാക്ടർ ഉണ്ട്, അവിടെ പൊതുവെ ഇല്ലിറ്ററസി ആണ്, ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് എല്ലാം ആണെങ്കിൽ അവിടെ എന്താണ് റീജിയണൽ ഇംബാലൻസ് വരാം. എക്കണോമിക് ഫാക്ടർ ഉണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടർ ഉണ്ട്. പൊളിറ്റിക്കൽ അവിടെ അധികം ബഡ്ജറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ അവിടെ ഡെവലപ്പ് ആവും, ഒരു തേങ്ങ നടക്കൂല. ഗവൺമെന്റ് മെഷർ ഫോർ ബാലൻസ് ഡെവലപ്മെന്റ്, ഇതെല്ലാമാണ് ഗവൺമെന്റിന്റെ മെഷർ എന്ത് ബാലൻസ് ഡെവലപ്മെന്റിന്. MSME പ്രൊമോട്ട് ചെയ്യുക, ഇത് ഗാഡ്ഗില്ല ഫോർമേഷൻ 1969, ദ ലൊക്കേഷൻ ഓഫ് സെൻട്രൽ അസിസ്റ്റന്റ് കാര്യങ്ങള്. ഓക്കെ. പിന്നെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ലൈഫ് എക്സ്പെക്ടൻസി റോസ് ഫ്രം 32, 1951 32 ഇയേഴ്സ് ആണ് ലൈഫ് എക്സ്പെക്ടൻസി. അവിടെ നിന്ന് ഞാൻ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് നമ്മളെല്ലാം ഒരു 5-10 കൊല്ലം കഴിഞ്ഞാല് ആ ടൈം ആണെങ്കിൽ പോകേണ്ട സമയമായി. ഇപ്പൊ എത്രയാ 70 ഇയേഴ്സ് ആയി, ഇപ്പൊ കുറെ കാലം കൂടിയില്ലേ. അതാണ് ഹെൽത്ത് കെയറിന്റെ ഗുണങ്ങൾ ഇപ്പം ഇന്ത്യയിൽ 1951 ഇതും കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ ഇതിലൊന്ന് വായിച്ചു നോക്കണേ, ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. പിന്നെ കോസസ് ഓഫ് പുവർ ഹെൽത്ത് ഇൻ ഇന്ത്യ, ഹൈ ബർത്ത് റേറ്റ് ആൻഡ് പോപ്പുലേഷൻ കൂടുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എഫോർഡ് അല്ല, അവിടെ ഹോസ്പിറ്റൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല, കാര്യങ്ങള് കുറെ കാര്യങ്ങളുണ്ട്. എന്ത് മനസ്സിലായില്ലേ? മാൽന്യൂട്രീഷന്, എന്ത് ചൈൽഡ് സിവിയർ പ്രിമച്വർ ബർത്ത്, ലോ ബർത്ത് വെയിറ്റ്, വീക്കൻഡ് ഇമ്മ്യൂണിറ്റി, അൺസാനിറ്ററി ഹൗസിങ്. ഓക്കെ. അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യ, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, കോസ്ഡ് ബൈ ബിസിനസ് സൈക്കിള്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്രോത്ത് ഉണ്ടാവും, ഡിക്ലൈൻ ഉണ്ടാവും, റെസഷൻ ഒക്കെ ഉണ്ടാവില്ലേ, അതിനാണ് സൈക്ലിക്കൽ എംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് ഫ്രിക്ഷണൽ എന്ന് പറഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ബട്ട് വർക്കേഴ്സ് കാൺ റീച്ച് ദം ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ഇൻഫർമേഷൻ, ടെമ്പററി ഇൻ നേച്ചർ. എന്ന് വെച്ചാൽ ഫ്രിക്ഷണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോബ് ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അവിടെ റീച്ച് ഔട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ. സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ ഇൻ അഗ്രികൾച്ചർ. ഇപ്പൊ മൺസൂൺ ഉണ്ടെങ്കിൽ അവിടെ നല്ല പണി ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒന്നും വളരൂല. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ കോസ് ബൈ ബോട്ടിൽ നെക്ക് ഇൻ ദ എക്കണോമി, ലാക്ക് ഓഫ് ക്യാപിറ്റൽ, ബാക്ക്വേർഡ് ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ ജോബ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. പിന്നെന്താ ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, ദ വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ബട്ട് മാർജിനൽ productivity of labor is equal to zero, common in the agriculture, removing surplus worker doesn't produce output. ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാല് വർക്കേഴ്സിനെ കുറക്കുമ്പോ എന്താ ഔട്ട്പുട്ട് കുറയുന്നൊന്നുമില്ല. സാധാരണ വർക്കേഴ്സ് കുറച്ച് കഴിഞ്ഞാല് ഔട്ട്പുട്ട് കുറയൂല, പക്ഷെ അങ്ങനത്തെ ഒരു അൺഎംപ്ലോയ്മെന്റ് ആണ് ഇത് ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. പിന്നെ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്, ഇതെന്താ പോസ്റ്റ് ഗ്രാജുവേറ്റ്, നമുക്ക് പണി ഉണ്ടാവൂല. മനസ്സിലായില്ലേ? കോസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഓവർ പോപ്പുലേഷൻ, സ്ലോ എക്കണോമിക് ഗ്രോത്ത്, ലോ സ്കില്ല്, ഡിഫക്റ്റീവ്, ഇതൊക്കെ എഴുതി വെച്ചെടുക്കാം. പിന്നെന്താ എംപ്ലോയ്മെന്റ് ജനറേഷൻ പോളിസി, ഇതായി PV മുദ്ര യോജന എല്ലാത്തിലും ഉണ്ട്. ഓക്കെ. ഇന്നിക്വാലിറ്റി എടാ നാവ് പോയി, ഇന്നിക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, അതൊന്ന് നോക്കണേ. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാ, എന്റെ നാവ് അനങ്ങുന്നില്ല ഇപ്പൊ, നിങ്ങൾ ഒന്ന് വായിച്ചു നോക്ക്. ഫോറിൻ ട്രേഡ്, BOP, പിന്നെ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, എക്സ്ചേഞ്ച് റേറ്റ് ഒന്ന് വായിച്ചു നോക്കണേ, പറ്റായിട്ടാ മതി. ഓക്കെ, ബൈ 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 ബൈ.